കേരളത്തിലെ സിനിമാ തിയേറ്ററുകൾ കടന്നുപോകുന്നത് ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയെന്ന് ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ 24നോട്. കഴിഞ്ഞ 2 മാസമായി ഇറങ്ങിയ ഒട്ടുമിക്ക ചിത്രങ്ങളും സാമ്പത്തികമായി പരാജയപ്പെട്ടു. സാംസ്കാരിക മന്ത്രിയുമായി നടന്ന പല ചർച്ചകളും പ്രഹസനം മാത്രമായിരുന്നുവെന്നും കെ വിജയകുമാർ വിമർശിച്ചു. മലയാള സിനിമ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? മലയാള സിനിമയിലെ തിയേറ്റർ ഉടമകൾ ഈ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ടോ? ഫിയോക്കിന്റെ പ്രസിഡന്റായിട്ടുള്ള വിജയകുമാർ ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. പല ഘട്ടത്തിലൂടെയുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞ മാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇനി വരാൻ പോകുന്ന മാസത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല സിനിമകളും പുറത്തിറങ്ങുന്നില്ല. ഇതൊക്കെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്നു എന്ന് പറയുന്നു. ശരിക്കും തിയേറ്റർ ഉടമകൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയാണോ നേരിടുന്നത്? ഇപ്പോൾ സത്യത്തിൽ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ സാധാരണക്കാരന് പോലും ആകത്തക്ക രീതിയിൽ ആ സാധാരണക്കാരൻ പോലും നോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് സിനിമാ തിയേറ്ററുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഒരു കാരണവശാലും ഈ സംസ്ഥാനത്ത് തിയേറ്ററുകൾ പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം സർക്കാർ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോഴത്തെ സീസൺ ചിത്രങ്ങൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഇറങ്ങിയ എല്ലാ ചിത്രങ്ങളും സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു. 6 മണിക്ക് ശേഷമുള്ള കറണ്ട് ചാർജിൻ്റെ വർധനവ് നമ്മളൊരു 10, 15 ഇല്ലെങ്കിൽ 20 പേരെ വെച്ച് ഒരു ഷോ ഓടിക്കാമെന്ന് വെച്ചാൽ തന്നെ ആ കിട്ടുന്ന കാശ് കറണ്ട് ചാർജിന് പോലും തികയാത്ത ഒരു അവസ്ഥയാവും. പല രീതിയിലുള്ള ചർച്ചകൾ ഈ സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ടത് പല സംഘടനകളിലൂടെ ഈ മന്ത്രിതല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. തിയേറ്റർ ഉടമകളാണെങ്കിൽ പോലും ഫിയോക് പോലെയുള്ള സംഘടനകൾക്കാണെങ്കിലും കൃത്യമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ചർച്ചകളിലൂടെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ സത്യത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയതിന് ശേഷം കഴിഞ്ഞ 10 വർഷമായിട്ട് സിനിമാ മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പല സന്ദർഭങ്ങളിലായി പല സാഹചര്യങ്ങളിലായി ഈ മന്ത്രിയുമായിട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ വെറും പ്രഹസനങ്ങൾ നമ്മൾ ഒരു കാതി കൂടെ കേട്ട് മറുകാതി കൂടെ പുറത്ത് കളയുന്ന രീതിയിൽ പുറത്ത് കളയുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് ഈ നമ്മുടെ സാംസ്കാരിക മന്ത്രിയുടെ സമീപനത്തിലും പെരുമാറ്റത്തിലും അത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഫിയോക്കിന്റെ പ്രസിഡന്റ് വിജയകുമാറാണ് ഇപ്പോൾ 24നോടൊപ്പം ചേർന്നത്. കൊച്ചിയിൽ നിന്നും സജിലിനൊപ്പം ആൻമരിയാസനി 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.